ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു 5 Stack Life. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ട്രെൻഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിഥിയം ബാറ്ററി ട്രെൻഡായിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഈ ലിഥിയം ബാറ്ററിക്കുള്ള ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം ലിഥിയം ബാറ്ററിയുമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ എഫിഷ്യൻസി കൂട്ടാനും പിന്നെ നമുക്ക് കൂടുതൽ ലോഡ് എടുക്കാനും ഇതിനെല്ലാം സഹായിക്കുന്നത് ശരിക്കും ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറാണ്. അപ്പോൾ നമ്മളുടെ മാർക്കറ്റിലുള്ള ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് IP65 റേറ്റഡ് ആണ്. അത്യാവശ്യം പ്രൈസി ആണ് നിലവിൽ മാർക്കറ്റിൽ. പക്ഷേ അതിന് പകരം നമുക്ക് IP20 റേറ്റിംഗ് ഉള്ള സാധനം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു 40-50 രൂപയ്ക്ക് മാർക്കറ്റിൽ ആൾറെഡി അവൈലബിൾ ആണ് 5 kW മെഷീൻ. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് BIS അപ്രൂവൽ ഉണ്ടാവില്ല, വാറണ്ടി കറക്റ്റായിട്ട് കിട്ടില്ല, മാക്സിമം 2 വർഷം വാറണ്ടിയേ കിട്ടുള്ളൂ. പിന്നെ BIS അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ ഗ്രിഡ് പർപ്പസിന്, അതായത് എക്സ്പോർട്ട് ചെയ്യാനുള്ള പർപ്പസിന് പറ്റില്ല, ഓഫ് ഗ്രിഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈബ്രിഡ് ആയിട്ട് യൂസ് ചെയ്യാനോ ഓൺ ഗ്രിഡ് ആയിട്ടോ യൂസ് ചെയ്യാനോ MNRE അപ്രൂവലോ അല്ലെങ്കിൽ BIS വേണം. അങ്ങനെ എല്ലാ ഈ BIS അപ്രൂവൽ, MNRE സർട്ടിഫിക്കേഷൻ, MNREയുടെ അപ്രൂവൽ, ഇതെല്ലാം ഉള്ള ഒരു ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് ഇൻവെർട്ടർ അഫോർഡബിൾ പ്രൈസിൽ ഉള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് സെറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്, നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് UTLൻ്റെ 51.2 വോൾട്ട് 100Ah ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. കാരണം നമ്മൾ 5 kWh ബാറ്ററി അല്ലെങ്കിൽ 5.1 kWh ബാറ്ററി തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ 1.3 lakhs 10 year വാറണ്ടി കിട്ടും. പക്ഷേ ഈ സാധനം 5 വർഷമാണ് വാറണ്ടി ഉള്ളതെങ്കിൽ പോലും അതിൻ്റെ ഒരു ഹാഫ് ദ പ്രൈസൊക്കെ വരുന്നുള്ളൂ. അറൗണ്ട് ഒരു 70,000 to 80,000 ഉള്ളിൽ തന്നെ നമുക്ക് ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രൈസ് ബെനിഫിറ്റ് ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഓൾറെഡി ഈ ഒരു ഇൻബിൽട്ട് MCV വരുന്നുണ്ട്. കാരണം നമ്മൾ പ്രൈസ് കൊടുത്ത് വാങ്ങുന്ന പലരും ഈ MCV പോലും ഇല്ല, അതിന് നമ്മൾ അഡീഷണൽ കാശ് കൊടുത്തിട്ടാണ് വേറെ വാങ്ങാൻ. UTLൻ്റെ ഈ 51 പോയിൻറ്റിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇൻവെർട്ടേഴ്സിന് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതി ചില ആളുകൾക്കുണ്ട്. പക്ഷേ അത് നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഏത് ഇൻവെർട്ടറാണ് വേണ്ടത്, ആ ഇൻവെർട്ടറിൽ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു തരും. അപ്പോൾ ഇത് അത്യാവശ്യം പ്രോട്ടോകോൾസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ്. ഈ ബാറ്ററിയെ നമുക്ക് പല ഇൻവെർട്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഈ ഇൻവെർട്ടറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് കാണുന്ന ഈ RJ45 കേബിൾ RS485 കമ്മ്യൂണിക്കേഷൻ പോർട്ടിൽ നമ്മുടെ ഇൻവെർട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിത് ഒരു ഓൺ ഗ്രിഡിലെ പോലെ തന്നെ നമ്മൾ ലൈന് ത്രൂ ഡയറക്റ്റ് ഒരു ഇൻപുട്ടിലോട്ട് ന്യൂട്രൽ ഫേസ് പിന്നെ ഒരു എർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ ലോഡിലോട്ട്, കാരണം ഹൈബ്രിഡ് ആവുന്ന സമയത്ത് നമ്മൾ വീട്ടിലത്തെ ലോഡ് ഇൻവെർട്ടർ ലോഡ് എന്നുള്ള രീതിയിലോട്ട് ഒരു ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ ഒരു സെക്കൻഡറി ഔട്ട്പുട്ട് കൂടെ ഉണ്ട്. അതായത് നമുക്ക് ആ സെക്കൻഡറി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി എത്ര % വരെ യൂസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതായത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വീട്ടിൽ AC കാര്യങ്ങളൊക്കെ ഉണ്ട്, 1-2 AC ഉണ്ട്. അപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് ആ AC ഉപയോഗിക്കണം. പക്ഷേ ആ AC ആക്ച്വലി ഒരു ലക്ഷറിയാണ്. അപ്പോൾ വീട്ടിലത്തെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മെയിൻ ഔട്ട്പുട്ടിൽ നിന്നും സെക്കൻഡറി ഔട്ട്പുട്ടിൽ നമുക്ക് ബാറ്ററിയുടെ ഒരു കണ്ടീഷൻ വെച്ച് ഇത്ര ബാറ്ററി ഉണ്ടാവുന്ന അതുവരെ ബാറ്ററിന്ന് ഡിസ്ചാർജ് ചെയ്താൽ മതി, അങ്ങനെ രീതിയിലൊക്കെയുള്ള കണ്ടീഷൻസ് വെച്ച് സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഇൻവെർട്ടറാണിത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ലോഡ് എന്ത് ചെയ്യാം, സെക്കൻഡറി ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതേപോലെ ഔട്ട്പുട്ട് എടുത്തിട്ട് അതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഒരു വീട്ടിലെ ഒരു വയറിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ നോർമൽ ഒരു ഇൻവെർട്ടർ വയറിംഗ് പോലെ വേറൊരു സെക്ഷൻ ഈ ലക്ഷറി ലോഡ്, കാരണം സെക്കൻഡറി ലോഡ് എന്നതിലുപരി ലക്ഷറി ലോഡ് എന്നാണ് ഞാൻ ഒരു ഇതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ലോഡ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെർട്ടൻ ബാറ്ററി പെർസെൻറ്റേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററി പെർസെൻറ്റേജ് ആവുന്നത് വരെ കറണ്ട് പോയി കഴിഞ്ഞാൽ അതിലോട്ട് കറണ്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നീട് ബാറ്ററി മുഴുവൻ ഡിസ്ചാർജ് ചെയ്യുന്നുള്ളൊരു പേടി വേണ്ട. മറ്റേ നമ്മൾ AC ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി ഉറക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ബാറ്ററി ഫുള്ള് തീരും. പക്ഷേ ആ സമയത്ത് നമുക്ക് അത്യാവശ്യമുള്ള സാധനം ഉപയോഗിക്കാൻ കറണ്ട് ഇല്ലാതെയും വരും, അല്ലെങ്കിൽ ബാറ്ററി സ്റ്റോറേജ് ഇല്ലാതെയും വരും. ഒരു മീഡിയം സ്റ്റോറേജ് ഒക്കെയാണ് നമ്മൾ വെക്കുന്നുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ ഇങ്ങനത്തെ ഒരു സംവിധാനം ഉപയോഗപ്പെടും. ഇതിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കേബിൾ കാണാം, പിന്നെ ബാറ്ററിയുടെ കേബിൾ കൊടുത്തായിട്ട് കാണാൻ കഴിയും. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് 35 square mm കേബിളാണ്. കാരണം ഇതിൽ നിന്ന് നമ്മൾ അറൗണ്ട് 100 ampere ഒക്കെ ഡിസ്ചാർജ് ചെയ്യേണ്ട ഇതിലാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ബാറ്ററി ആകുമ്പോൾ ഇപ്പോൾ 35 കേബിളൊക്കെ യൂസ് ചെയ്യണം. അതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 50 square mm കേബിൾ യൂസ് ചെയ്യണം. പിന്നെ ഇത് നമ്മളെ DC ഇൻപുട്ടാണ്, ഇത് സോളാർ പാനലിൽ നിന്ന് വരുന്ന പവറിൻ്റെ ഇൻപുട്ടാണ്. പിന്നെ ഇത് നമ്മൾ ലോഡിലോട്ട് കൊടുത്ത ഒരു കണക്ഷനാണ്, AC ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഇൻവെർട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻവെർട്ടറിന് മുകളിൽ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. കാരണം IP20 ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊടിയും കാര്യങ്ങളൊന്നും പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഊരിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളതൊരു 2 മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതേ സൈഡിൽ ഇതേപോലെ ഒരു ഫിൽറ്റർ പൊടിയും വരുന്നുണ്ടായിരിക്കും. പിന്നെ കൂടാതെ നമുക്ക് വരുന്നത് ഒരു ടച്ച് സ്ക്രീനാണ്. സ്വിച്ചിനൊക്കെ പകരം ശരിക്കും ഒരു പക്ക ടച്ച് സ്ക്രീനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സോളാർ പാനൽ, ഗ്രിഡ്, ബാറ്ററി, അതുപോലെ തന്നെ
ലോഡ്. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ VAക്ക് പകരം KV ആണ് കാണിക്കേണ്ടത്, പക്ഷേ അവിടെ VA ആണ് കാണിക്കുന്നത്. പക്ഷേ ഇതിന് നമ്മൾ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് സോഫ്റ്റ്വെയർ ത്രൂ ഒരു അപ്ഗ്രേഡേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് VAക്ക് പകരം KV കാണിക്കും. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടോ 174 VA ആണ്. അപ്പോൾ ഇവിടെ 0.174 VA എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവിടെ KVA വരണം, അല്ലാതെ ഇവിടെ 174 കാണിക്കണം. അത് ചെറിയൊരു സോഫ്റ്റ്വെയർ ഗ്ലിച്ച് മാത്രമേ ഉള്ളൂ, അത് അപ്ഡേഷൻസിൽ ശരിയാക്കുന്നതായിരിക്കും. പിന്നെ കൂടാതെ ഗ്രിഡിലോട്ടിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കറണ്ട് കാണിക്കുന്നുണ്ട്, എത്ര 605 വാട്ട്സ് ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ 419 വാട്ട്സാണ് ഇവിടുന്ന് സോളാർ പാനൽ എടുക്കുന്നത് കാണിക്കുന്നുണ്ട്, പക്ഷേ 0.57 kW എക്സ്പോർട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 0.56 kW അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് വെച്ചാൽ അത് VA ബേസിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും കാണിക്കുന്നുണ്ടായിരിക്കും പവർ ഫാക്ടർ +or- ലാഗിങ് ആൻഡ് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലും പറയാറുണ്ട് പവർ ഫാക്ടർ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു തെറ്റായ ഒരു സംഭവമല്ല, പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എക്സ്പോർട്ട് കറക്റ്റ് തന്നെ ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി കിട്ടുന്ന ഒരു ഇൻവെർട്ടർ ആയതുകൊണ്ടാണ് ഇവിടെ 100% കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും BMS കമ്മ്യൂണിക്കേഷൻ ഫംഗ്ഷൻ ഓണാണ്, പൈലോൺ ടെക് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോട്ടോക്കോള്. പിന്നെ ഇത് 2-3 പ്രോട്ടോക്കോൾസ് ഉണ്ട്. പിന്നെ ലിഥിയം ബാറ്ററി ആക്റ്റീവ് ആണ്, 100% ചാർജ്. ഡിസ്ചാർജ് കറണ്ട് ഇല്ല, കാരണം ആൾറെഡി സ്റ്റാൻഡ് ബൈയിലാണ് കിടക്കുന്നത്. പിന്നെ ഇത് BMS ആണ് ഇതിൻ്റെ ലിമിറ്റ് റീഡ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സ് നോക്കാം. ഇതിന് എത്രയും സെറ്റിംഗ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം സിസ്റ്റം വർക്ക് മോഡ്. അപ്പോൾ നമുക്കിത് എക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ യൂസിന് ആവശ്യമില്ലാത്തൊരു സെറ്റപ്പാണ്. അടുത്ത ഔട്ട്പുട്ട് പ്രയോറിറ്റി. ഇതിൽ SUB എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ 3 SUB SB. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോളാർ യൂട്ടിലിറ്റി ബാറ്ററി. അപ്പോൾ ആദ്യം സോളാറിൽ നിന്ന് എടുക്കുന്നു, പിന്നെ കറണ്ടിൽ നിന്ന് എടുക്കുന്നു, പിന്നെ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ അതിന് പകരം നമുക്ക് SBU എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യം സോളാർ, പിന്നെ ബാറ്ററി നിന്ന് യൂട്ടിലിറ്റി എടുക്കുന്ന രീതിയിൽ. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഔട്ട്പുട്ട് ടൈപ്പ് ഇത് പാരലായിട്ട് യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ ആവുന്ന സമയത്താണ്. അപ്പോൾ ഇത് നമ്മൾ സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ സിംഗിൾ എടുക്കുക. പിന്നെ ഇത് ജനറേഷൻ ക്ലിയർ ചെയ്യാനുള്ളത് റീസെറ്റ് ഫാക്ടറി സെറ്റിംഗ്സ് ആണ്. പിന്നെ ബാറ്ററി സെറ്റിംഗ്സിൽ നമുക്ക് കാണാൻ കഴിയും ഏത് പ്രോട്ടോക്കോളാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഗ്രോ വാട്ട് ഉണ്ട്, അതുപോലെ തന്നെ ലിഥിയം LI ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഏത് പ്രോട്ടോക്കോളാണ് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് ആ പ്രോട്ടോക്കോൾ അതിലാണ് ബാറ്ററി സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോട്ടോക്കോൾ ഓട്ടോമാറ്റിക് എടുക്കും. പിന്നെ വരുന്നത് ബൾക്ക് ചാർജിങ് വോൾട്ടേജും കാര്യങ്ങളുമാണ്. ഇവിടെ ആൾറെഡി BMS എന്ന് റീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ബാറ്ററി എന്താണോ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് BMS എന്ന് ഇൻവെർട്ടർ റീഡ് ചെയ്തിട്ട് കാണിക്കുന്ന വാല്യൂസ് ആണ്. DC to AC വോൾട്ടേജ്, അതുപോലെ തന്നെ AC to DC വോൾട്ടേജ്, അത് ഗ്രിഡിലോട്ട് അങ്ങോട്ട് തിരിച്ചും സോളാറിൽ നിന്ന് ഗ്രിഡിലോട്ടും ഗ്രിഡിൽ നിന്ന് സോളാറോട്ട് മാറാവുന്ന വോൾട്ടേജ് സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററിയുടെ ഈക്വലൈസേഷൻ ടൈമും കാര്യങ്ങളും എല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല. പിന്നെ അടുത്തൊരു സെറ്റിംഗ്സ് വരുന്നത് ബേസിക് സെറ്റിംഗ്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്, പിന്നെ ഓവർലോഡ് ബൈപ്പാസ് വേണോ, പിന്നെ ഓവർലോഡ് റീസ്റ്റാർട്ട്, പിന്നെ ടെമ്പറേച്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ബേസിക് സെറ്റിംഗ്സിൽ വരുന്നത്. പിന്നെ അടുത്ത് ഗ്രിഡ് സെറ്റിംഗ്സ് ആണ്. ഗ്രിഡ് സെറ്റിംഗ്സ് ഇത് നമ്മൾ പറയുന്നത് ഇൻവെർട്ടർ മോഡ്, അതുപോലെ തന്നെ UPS മോഡ് എന്ന് പറഞ്ഞ മോഡ് ഉണ്ടാവുക. അപ്പോൾ അവിടെയാണ് അപ്ലയൻസസ് മോഡ് ഉദ്ദേശിച്ചത്. കാരണം മറ്റേത് UPS മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സെൻസിറ്റീവ് ആണ്. 150 to 270 വോൾട്ട് വരെ റേഞ്ചിൽ മാത്രമാണ് കറണ്ട് എടുക്കുക. അല്ലാത്ത കൂടുകയോ ഈ പറഞ്ഞ അപ്പർ ലിമിറ്റിൽ ലോവർ ലിമിറ്റിൽ കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടർ എടുക്കുക. ഇത് കുറച്ചും കൂടിയും അത്ര സെൻസിറ്റീവ് അല്ല. ഇത് അറൗണ്ട് 100 to 300 വോൾട്ട് വരെ കറണ്ട് എടുക്കുന്ന രീതിയിലുള്ള ഒരു മോഡാണ് അപ്ലയൻസ് മോഡ്. പിന്നെ മോഡ് 04 എന്ന് പറയുന്നത് ഗ്രിഡ് കണക്റ്റഡ് റെഗുലേഷൻ ആണ്. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ സെറ്റപ്പിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് മോഡ് 04 ആണ്. പിന്നെ ഗ്രിഡ് ഫീഡ് ഇനാബിൾ ഓൺ, പിന്നെ ഗ്രിഡ് ഫീഡ് എത്ര കറണ്ട് വരെ ഇതിൽ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് 20 ആംപിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 4.something കിലോവാട്ട്. ഇതിവിടെ വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 3.5 കിലോവാട്ടിൻ്റെ സോളാർ പാനലാണ് വെച്ചിട്ടുള്ളത്. വെയിൽ ഭയങ്കര മോശമായതുകൊണ്ടാണ് നമുക്ക് പ്രൊഡക്ഷൻ കാര്യമായിട്ട് കിട്ടാത്തത്. പിന്നെ എക്സ്റ്റേണൽ CT ഫംഗ്ഷൻ ഡിസേബിൾഡ് ആണ്, കാരണം CT കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ 0 to എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ AC ചാർജിങ്, നമ്മുടെ ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് ഏത് ടൈമിൽ ചാർജ് ചെയ്യണം, ഏത് ടൈമിൽ ചാർജിങ് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ ചാർജ് സെറ്റിംഗ് ആണ് ഇത്. പിന്നെ സോളാർ ആൻഡ് യൂട്ടിലിറ്റി എന്നുള്ളതാണ്. അത് സോളാറിൽ നിന്നും വേണം, അതുപോലെ തന്നെ കറണ്ടിൽ നിന്നും ചാർജ് ചെയ്യണം. പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് സോളാർ ഇല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി യൂട്ടിലിറ്റി എന്നുള്ളൊരു ഓപ്ഷനാണ് ഇത്. പിന്നുള്ളൊരു ഓപ്ഷനാണ് ഓൺലി സോളാർ എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ സോളാർ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിനെ CSOനെ വായിച്ചെടുക്കാം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് മാക്സിമം യൂട്ടിലിറ്റി ചാർജിങ് കറണ്ടാണ്. അപ്പോൾ നമുക്കത് 30 ആംപിയർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 30 ആംപിയർ ആണ് മാക്സിമം ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ എടുക്കുന്നുള്ളൂ. മാക്സിമം ചാർജിങ് കറണ്ട് 80 ആംപിയർ ആണ്. അതായത് 80 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി ചേർന്നുള്ള കറണ്ടാണ് പറഞ്ഞത്. അതായത് അപ്പോൾ നമ്മൾ ഇവിടെ 80ഉം ഇവിടെ 30 ആവുന്ന സമയത്ത് 80 - 30 50 ആംപിയർ ആണ് സോളാറിൽ നിന്ന് പാനലിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആംപിയർ വരിക. പിന്നെ സോളാർ പ്രയോറിറ്റി ആണ്. അതായത് ബാറ്ററി ലോഡ് യൂട്ടിലിറ്റി, ആദ്യം ബാറ്ററിയിലോട്ട് ചാർജ് ചെയ്യണം, പിന്നെ ലോഡിൽ കൊടുത്തിട്ട് പിന്നെ യൂട്ടിലിറ്റി എക്സ്പോർട്ട് ചെയ്യുക. അതാണ് അതിൻ്റെ ടേംസ്. അത് നമുക്ക് നേരെ തിരിച്ചുണ്ട്. ആദ്യം ലോഡ് കൊടുത്ത് പിന്നെ ബാറ്ററി ചാർജ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള യൂട്ടിലോട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്.
പിന്നെ ബേസിക് സെറ്റിങ്സിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. അഡ്വാൻസ്ഡ് ഫങ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ മോഡ് ഓൺ എന്നുള്ളത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന് 2 AC ഔട്ട്പുട്ട് ഉണ്ട്. അതായത് ഒന്ന് നമ്മൾ ഇൻവെർട്ടർ ലോഡും അതിൽ എസെൻഷ്യൽ ലോഡും, ഒന്ന് ലക്ഷറി ലോഡ് അല്ലെങ്കിൽ സ്മാർട്ട് ലോഡ്, സെക്കൻഡറി ഔട്ട്പുട്ട് എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിലും ഇതിനൊരു ഔട്ട്പുട്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആ ഡുവൽ ബാറ്ററി വോൾട്ട് നിങ്ങൾക്ക് വോൾട്ടേജ് ബേസിൽ വേണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ SOC ബേസിലും ചെയ്യാം. കാരണം ലിഥിയത്തിന് നമ്മൾ എപ്പോഴും SOC ബേസിൽ ചെയ്യാണ് നല്ലത്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് കട്ടാവേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ 20% വരെ എന്ത് ചെയ്യാം, ബാറ്ററിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് സെക്കൻഡറി ഔട്ട്പുട്ടിന് യൂസ് ചെയ്യാം. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. അപ്പോൾ പിന്നീട് നമ്മൾ വൺസ് അത് 20% ആയി പിന്നെ വീണ്ടും ബാറ്ററിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ബാറ്ററി 50% ആവണം. അതാണ് ഡുവൽ ബാറ്ററി SOC റിക്കവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിസ്ചാർജ് ടൈമാണ്, എത്ര ടൈം ഡിസ്ചാർജ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഡിലേ ആണ്, അതായത് വൺസ് കട്ടായി കഴിഞ്ഞാൽ എത്ര നേരം കഴിയും, മിനിമം എത്ര ടൈം കഴിയണം. പിന്നെ ഡുവൽ ഔട്ട്പുട്ട് ഓൺ ടൈം ഓഫ് ടൈം, നമുക്ക് ഏത് ടൈമിൽ അത് ഓൺ ചെയ്യണം ഓഫ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷനാണ്. പിന്നീട് വരുന്നത് മൊത്തത്തിലുള്ള ഔട്ട്പുട്ടിനെ നമുക്ക് എപ്പോൾ ഓപ്പൺ ചെയ്യണം എപ്പോൾ ക്ലോസ് ചെയ്യണം. അതായത് ഇത് പ്രത്യേകിച്ച് ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റിമോട്ടായിട്ട് എവിടെയെങ്കിലും ഇൻവെർട്ടർ സെറ്റ് ചെയ്തു, ആ ഇൻവെർട്ടർ നമുക്ക് ഒരു സ്പെസിഫിക് ടൈമിലും മാത്രമാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഉണ്ടെങ്കിൽ അവിടെ നമുക്കിത് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമിൽ മാത്രം ഇൻവെർട്ടർ ഓൺ ആയും നമ്മൾ ഓഫ് ആവാൻ വേണ്ടി വെച്ച ടൈമിൽ അത് ഓഫ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ഒരു സെറ്റിംഗ്സിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. ഡിവൈസ് ഇൻഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉണ്ടാവും സിസ്റ്റം ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ബാക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെയുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ RGB സ്വിച്ച് ഓഫ് ചെയ്യുക ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ RGB സ്വിച്ച് ഇതിപ്പോൾ ആൾറെഡി കറണ്ടും ഉണ്ട്, അതുപോലെ തന്നെ സോളാറും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ലൈറ്റ്. ഇതിന് 5-6 ടൈപ്പിൽ ഈ ലൈറ്റ് കത്തും. RGB സ്വിച്ചാണ് അതുകൊണ്ട് പല ഫങ്ഷൻസ് അതിനുണ്ട്, ഇൻഡിക്കേഷൻ അതിനുണ്ട്, പല ലൈറ്റിൽ അത് കത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എല്ലാ ഹൈബ്രിഡ് ഇൻവെർട്ടറിൽ പോലെ തന്നെ ഇതിനും തന്നെ നമുക്ക് വൈഫൈ കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിരിക്കും. RS-232 പോർട്ടലാണ് ഇതിൻ്റെ ഒരു വൈഫൈ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിന് നമുക്കായിട്ട് യൂസ് ചെയ്യേണ്ടത് ആപ്പ് സ്മാർട്ട് ESS എന്ന് പറഞ്ഞ ആപ്പാണ്. നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കയറി കഴിഞ്ഞാൽ കണ്ടോ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് 275 വാട്ട്സ് സോളാറിന് വരുന്നു. പിന്നെ 100% ബാറ്ററി, വീട്ടിലോട്ടുള്ള ലോഡ്, കാരണം വളരെ ചെറിയ ലോഡ് ആയതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. ഒരു 50 വാട്ട്സ് ഒക്കെ വീട്ടിലോട്ടുള്ള ലോഡുള്ളൂ എന്നാണ് അങ്ങനെ കാണിക്കുന്നത്. ലൈനിൽ 251 വോൾട്ട് ഉണ്ട്. ഡെയിലി പവർ ജനറേഷൻ 3.72. ക്ലൈമറ്റ് ഭയങ്കര മോശമാണെന്നാണ് അങ്ങനെ കാണിക്കുന്നത്. ബാക്കി ചാർട്ടും കാര്യങ്ങളും കാണിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് കാണാൻ പവർ ജനറേഷൻ ഉണ്ട്, ഗ്രിഡ് പവർ ഉണ്ട്, ലോഡ് പവർ ഉണ്ട്. ഇതൊക്കെ 3 രീതിയിലാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വന്നിട്ടുള്ളത്. നമുക്കതിൻ്റെ അനാലിസിസ്, ഡീറ്റെയിൽസ്, ഗ്രിഡ് വോൾട്ടേജ് കണ്ടോ, ഓരോ ടൈമിനനുസരിച്ചുള്ള ഗ്രിഡ് വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 5 കിലോ വാട്ടിൻ്റെ മെഷീനാണിത്. ഈ 5 കിലോ വാട്ട് മെഷീൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു 10 കിലോ വാട്ട് വരെ സർജ് എടുക്കും. അപ്പോൾ 11 കിലോ വാട്ട് വരെയൊക്കെ സർജ് എടുക്കുന്നുണ്ടായിരിക്കും ഇത്. പിന്നെ കൂടാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 കിലോ വാട്ടൊക്കെ സുഖസുന്ദരമായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. കാരണം ഇതൊരു ഫാൻ കൺട്രോൾഡ് ആണ്, IP20 ആയതുകൊണ്ട് തന്നെ. കൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എഫിഷ്യൻസിയാണ്. അറൗണ്ട് 95 to 97 ഔട്ട്പുട്ട് എഫിഷ്യൻസി ഉണ്ട്. ട്രാൻസ്ഫോമർ ടൈപ്പ് ഇൻവെർട്ടറിന് അത് അറൗണ്ട് 82% ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതാണ് ഈ ഒരു 13% ആണ് നമുക്ക് ഇത് ലിഥിയം കൊണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ്. ബാക്കി എക്സ്പോർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചതുപോലെ തന്നെ നമുക്ക് എത്ര എക്സ്പോർട്ട് ചെയ്യണമെന്നുള്ളതും ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും.